ഹലോ ഗായ്സ്, നമസ്കാരം. ഞങ്ങളെ മലപ്പുറം ജില്ലത്ത് ഞങ്ങളെ വീടിൻ്റെ കുറച്ച് അടുത്താണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, മാതൃസമ്മതി പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അവർ കുറേ മുമ്പുള്ള ഗ്രൂപ്പാണ്. എല്ലാ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോഴാണ് അതിൽ ആഡായ ശേഷം അതിലൊരു മെസ്സേജ് കണ്ടു കേട്ടോ. കർക്കിടക മാസത്തല്ലേ നാലമ്പലം തൊഴാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് കണ്ട ഉടനെ ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നാലമ്പലം തൊഴാൻ പോകുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരൊക്കെ ഒരു മാസം മുമ്പേ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നാണ് നമ്മൾ പോകാനുള്ള ദിവസം. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും 3 മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:30 നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് അവനാണ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കുറേ നാമങ്ങൾ ചൊല്ലിയിട്ട് പ്രാർത്ഥന ചൊല്ലിയിട്ട് പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചിട്ട് അങ്ങനെ നമ്മൾ ജേർണി ചെയ്തിട്ടോ. പിന്നെ എനിക്ക് ഇതിൽ ആകെ 2-3 അമ്മമാർ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയ ശേഷം എല്ലാവരും പരിചയമായി. പിന്നെ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. കാരണം ഒരുപാട് സന്തോഷമായി എനിക്ക്. കാരണം എല്ലാവരും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിക്കുക, തുറന്ന് പറയുക. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ മാത്രം പിന്നെ അതിൻ്റെ സന്തോഷം വേറെയാണ്. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ പരിചയപ്പെട്ട ശേഷം ഞങ്ങൾ ഭഗവാൻ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് ഫസ്റ്റ് ഇറങ്ങിയത്. അവിടുന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്ത ശേഷം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരും വേറെ രാജ്യത്തെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടു അവിടെ. അപ്പോൾ നമ്മളും പോയിട്ട് കുറച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട്. കാരണം ഈ കർക്കിടക മാസത്തിൽ എല്ലാ ആൾക്കാരും വരാനുള്ള സമയമാണ് തോന്നുന്നുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളും കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടോ. പിന്നെ നമുക്ക് ഉള്ളിൽ എന്താ പറയുക, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ചാൻസ് ഇല്ല. ഞാൻ പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഭഗവാൻ രാമൻ്റെ ദർശനം കിട്ടി. നല്ല രീതിയിലാണ് ദൈവം കാണാൻ നമുക്ക് ഒരു ചാൻസ് കിട്ടി, അവകാശം കിട്ടി. അപ്പോൾ എല്ലാ ദൈവത്തിനും നമ്മളെ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ എന്താ പറയുക പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഒരുപാട് സന്തോഷമായി. കാരണം അവിടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ മൈൻഡും മനസ്സൊക്കെ റിലാക്സ് ആവും. അത്രത്തോടെ സന്തോഷമാണല്ലോ നമ്മളൊരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് ചെറിയ കടകളുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും പറഞ്ഞിട്ട് അവനവനെ വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മാല, കമ്മല, കുട്ടികൾ കളി സാധനങ്ങളൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായി. കാരണം അത്ര നല്ല രീതിയിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ 2 ഫോട്ടോ ഒക്കെ മേടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ നിങ്ങൾ, എത്ര ഭംഗിയുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്വീറ്റും പിന്നെ ബേക്കറി സാധനം കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും അവനവനൊക്കെ ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക ഒരു ഭാഗത്ത് കൂടി ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക രാവിലെ 3 മണിക്കല്ലേ അവിടുന്ന് വന്നത്. രാത്രി പോകണം പറഞ്ഞിട്ടും ഉണ്ടാവില്ല, ശരിക്കും പറഞ്ഞാൽ തിന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ദർശനം കഴിഞ്ഞ ശേഷം തൊഴുത ശേഷം നമുക്ക് കഴിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പിന്നെ വേഗം പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മെല്ലെ ഞങ്ങളെ ബസ്സിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ കോർഡിനേറ്റർമാരെയൊക്കെ നല്ല ചായക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ തിന്നു, നല്ല വയറ് നിറഞ്ഞ് ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ അമ്പലത്തിൽ പോയി വീഡിയോ എടുക്കാൻ ചാൻസ് കിട്ടിയില്ല. കാരണം വീഡിയോ സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ അതേമാതിരി നമ്മൾ വേറെ അമ്പലത്തിലൊക്കെ പോയി വന്നു. അതേമാതിരി നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം പോകുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കുക. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്ര നേരം എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിരുന്ന താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.